ഇന്ന് നമുക്കൊരു എ സി ഹോസ് ഒന്ന് റെഡിയാക്കി നോക്കിയാലോ. നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന എ സി ഹോസ്. ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അറിയാവുന്നവർക്ക് ഇതറിയാം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ്. നമ്മളതിനെ മാർക്ക് ചെയ്തു, കട്ട് ചെയ്ത് അഴിച്ചു, 2 പീസാക്കി. ബാക്കിയുള്ളതൊക്കെ നമുക്കിനി കാണാം. ഇതുണ്ട്, ഇതെല്ലാം നമ്മൾ അഴിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇങ്ങനെയുള്ള ഓസ് കട്ട് ചെയ്യും. ഈ സൈഡ് ഒക്കാലെന്ന് വരുന്ന ഓസ് എന്ന് പറയുന്നത്, ഒക്കാലെന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വരുന്ന ഓസ് എന്ന് പറയുന്നത് ഈ ടൈപ്പാണ്, കുറച്ച് ഫ്ലെക്സിബിളാണ്. ഇനി നമുക്കതിൻ്റെ സൈസ് നോക്കി ഓസ് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഓസ്, ഗാലക്സിയുടെ 1/2 ഇഞ്ചിൻ്റെ ഓസ്. കണ്ടോ, ഈ ഓസും ഒക്കാലയുടെ ഓസും തമ്മിൽ വ്യത്യാസമുണ്ട്. കസ്റ്റമർ ചിലപ്പോൾ പറയും ഇതിനകത്ത് കയറ്റി വിടുന്നുണ്ട്, കയറുന്നതാണെങ്കിൽ നമ്മൾ കയറ്റി വിടും. ഈ ഓസ് കട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഇത് കണ്ടോ, ഇത് കുറച്ച് വലുതാണ്. 5/8 ലൂസുമാണ്, 1/2 ഇഞ്ചിനകത്ത് ചെറുതുമാണ്. കണ്ടോ, ഇതിനകത്ത് കയറില്ല. ഇതിൻ്റെ വലിയ ഓസ് എടുത്താൽ അതിനകത്ത് ഇത് ലൂസാണ്. അപ്പോൾ നമ്മളിതിനെ ഇനി സൂട്ട് ചെയ്യും, അതും കാണിച്ചു തരാം എങ്ങനെ സൂട്ട് ചെയ്യും. ഇതുണ്ട്, ഇത് 5/8 ഓസാണ്. ഇതിനകത്ത് ഇത് ലൂസാണ്, ഉണ്ടോ, ഫുള്ള് കയറിപ്പോവും. ഇതിട്ടടിക്കാൻ പറ്റത്തില്ല, 1/2 ഇഞ്ചിന് അടിക്കണം. അപ്പോൾ അതിന് ഇത് സൂട്ട് ചെയ്ത് എങ്ങനെ കാണിച്ചു തരാം. ഓസ് കട്ട് ചെയ്തിട്ട് സൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കറക്റ്റായിട്ടുള്ള ഓസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി. ഇനി നമുക്ക് പഴയ ഓസിൻ്റെ ആവശ്യമില്ല, ഇനി നമുക്ക് സൂട്ട് ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ ഹൈഡ്രോളിക് മെഷീനാണ്, ഓസൊക്കെ ക്രിമ്പ് ചെയ്യുന്ന ഹൈഡ്രോളിക് മെഷീൻ. അപ്പോൾ ഇതിനകത്ത് ഇത് കയറുന്നില്ല. നമുക്ക് 13 mm ആണ് വരേണ്ടത്, 13 mm. അപ്പോൾ 13 എടുക്കുമ്പോൾ ലൂസാവും, ഇച്ചിലൂടെ ടൈറ്റ് വേണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 14 ഡൈ ഇട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 12 കിടക്കുന്നത്, 12 ഇട്ടും വേണമെങ്കിലും അടിച്ചെടുക്കാം. ചെറുക കറക്കി അടിച്ചാൽ മതി. ഞാൻ 14 ഡൈ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് വർക്കൊക്കെ ആണ് കണ്ടത്, വലുതായി. ഇത് ഉപയോഗിച്ചാണ് ഊരേണ്ടത്, പക്ഷേ ഇത് കുറച്ച് പഴയ മെഷീൻ ആയതുകൊണ്ട് ലൂസാണ്. കുറച്ച് പഴയതേ ഉള്ളൂ, ഒരു 10-30 വർഷം പഴക്കമാണ്. ഇത് സൂട്ടായി, കറക്റ്റ് ഇതിനകത്ത് ഇങ്ങനെ കയറി. കണ്ടോ, അപ്പോൾ സെറ്റായി. 14 ഡൈയാണ് ഉപയോഗിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് കുറച്ച് പഴയ മെഷീനാണ്, അപ്പോൾ കുറച്ച് കൂടുതൽ പ്രശ്നമാണ്. സൂട്ടായി. ഇനിയിപ്പോൾ ഇതിൻ്റെ സാഗമന ജംഗമ വസ്തുക്കളൊക്കെ കയറ്റിയിടണം. ഇതും കസ്റ്റമർക്ക് വേണമെന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പിന്നെ അവരുടെ ഒരു സന്തോഷം, അതുകൊണ്ട് നമ്മളിത് കയറ്റിയിടും. ഇനി ഫെറൂൾ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടു, ഇത് നമ്മുടെ സെല്ലാക്ക. ഇതിട്ടുകൊണ്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ചെറുതായിട്ട് ലീക്ക് കുറയുന്നുണ്ട് ഇതിടുമ്പോൾ. വലിയ ഗുണമൊന്നുമില്ല, എങ്കിലും ഒരു ചെറിയ ഒരു ഗുണമുണ്ട് അതിന് ഇതിട്ട് കഴിയുമ്പോൾ. ഫെറൂളും തെറിച്ച് പോയായിരുന്നു. നമ്മളിപ്പോൾ ഇത് ചെയ്യാതെ വിട്ട് ലീക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ചില ആൾക്കാർക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ അവനത് തേച്ചിട്ടാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മജബൂത്ത എന്ന് വിചാരിക്കും. ഞാനിത് ക്രിമ്പ് ചെയ്തിട്ട് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, കൂടുതൽ പിടുത്തമൊന്നുമില്ല. പക്ഷേ ലീക്ക് കുറയുന്നുണ്ട് കേട്ടോ, ചില അവസരങ്ങളിൽ ലീക്കിന് കുറയുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കേട്ടോ, പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വര നോക്കി പൊസിഷൻ സെറ്റ് ചെയ്യണം. പൊസിഷനൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്കിത് ക്രിമ്പ് ചെയ്യാൻ കൊണ്ടുപോകാം. ക്രിമ്പ് ചെയ്യുന്നത് വേറെ മെഷീനല്ല, ഇതാണ് നമ്മുടെ ക്രിമ്പിങ് മെഷീൻ. ഇത് നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മെഷീനാണ് കേട്ടോ, കണ്ണൂരുള്ള സാധനമാണ്. ഇതിങ്ങനെ ഒമാനിൽ വരെ വന്നിരിക്കുകയാണ്. ഇത് ക്രിമ്പ്, ഈ മെഷീൻ എളുപ്പമാണ് ക്രിമ്പ് ചെയ്യാൻ, നല്ല സെറ്റപ്പാണ്. സാധനത്തിന് കാലേ വേണം, നല്ല സുഖമാണ് കേട്ടോ. ഇതിൻ്റെ 27 ഇട്ടാൽ ക്രിമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ 27 ഇട്ട് ക്രിമ്പ് ചെയ്യത്തില്ല. ഞാൻ കുറച്ചുകൂടെ വലുതിട്ടാൽ ക്രിമ്പ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചുകൂടെ വൃത്തിക്ക് കിട്ടും. ഇതാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റ്. ഇതിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് 27.
31-ൻ്റെ ഇട്ട് 5-ൻ്റെ ഡൈ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനും വെക്കാനും ഒക്കെ ഒരു ഇതുകൊണ്ട് ഓവർ പ്രസ്സും ആകത്തില്ല. ഇതിട്ട് കഴിഞ്ഞിട്ട് വല്ല മാറ്റം വരുത്തണമെങ്കിൽ മാത്രം ഇതിൻ്റെ 2 സാധനമുണ്ട്. കണ്ട 2 സാധനങ്ങളെടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇതിനകത്തോട്ട് വെച്ചു. ഇതിൻ്റെ ബ്രേക്ക് അങ്ങ് താഴെയാണ്, ബ്രേക്കല്ല ആക്സിലേറ്റർ. ഇത് ട്രിമ്പായി കഴിയുമ്പോൾ തന്നെ പോകുമ്പോൾ കേട്ടോ, ഒന്നും ചെയ്യണ്ട. ചെറിയ 2 തട്ടൊക്കെ കൊടുത്താൽ ഇത് പൊങ്ങി വരുന്നുണ്ട്. സംഭവം ട്രിമ്പായി, ഇനി തിരിയത്തില്ല. നല്ല സെറ്റായി. അതിൻ്റെ ക്രിമ്പിങ് കണ്ടോ, നല്ല സെറ്റാവും. ഈ വലുതിട്ട് ക്രിമ്പ് ചെയ്യുന്നുണ്ട് ഇത്ര ഗുണമായിട്ട് കിട്ടുന്നത്. ചെറുതിടുമ്പോൾ ഇത് കുറച്ചുകൂടെ പിടിച്ചിരിക്കും. അടുത്തേം കൂടെ ക്രിമ്പ് ചെയ്ത് കാണിച്ചു തരാം. പൊസിഷനൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പൊസിഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവിടെ കയറത്തില്ല. എല്ലാം പൊസിഷനിലാണ് പരിപാടി. ഇതുണ്ടായി. ഇത് പണ്ടത്തെ കാലിലൊന്ന് വീണതാണ്. നല്ല സുഖമായത് കാല വീണാൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഷൂ ആട്ടോ. ഈ കണ്ണാടി അതുപോലെ ഒരു കണ്ണ് പോയതിന് ശേഷമാണ് കണ്ണാടി വെച്ചത്. അപ്പോൾ നമ്മുടെ AC ഹോസ് റെഡിയായി. പഴയ ഹോസിനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ഹോസൊക്കെ നല്ല സെറ്റപ്പ് ആക്കി. ഇത് ലീക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല, അതിനോട് നമ്മൾ തിരിച്ചു നോക്കും ഇത് കറങ്ങുന്നുണ്ടോ എന്ന്. അപ്പോൾ സംഭവം റെഡിയായി, ഹോസ് റെഡി, സെറ്റപ്പായി. ഈ പച്ചയൊക്കെ കാണുമ്പോൾ കസ്റ്റമർ ഹാപ്പി. അപ്പോൾ കൂടുതൽ വീഡിയോ ഇനി ഉണ്ടാവും. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.